ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റി ഫണ്ട് പിരിച്ച് ഒരു പരിപാടി നടത്തി. അത് നടത്താനുള്ള കഴിവില്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഏറ്റെടുക്കാതിരിക്കുക, ഒന്നാമത്തത്. രണ്ട്, എനിക്ക് നടത്താനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ ആ കഴിവ് കാണിക്കണം. പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ നടത്തി കാണിക്കണം. അതിനാണ് കഴിവെന്ന് പറയുന്നത്. എന്നിട്ട് ചോദിക്കുമ്പോൾ മിണ്ടത്തില്ല. അത് കഴിയുമ്പം തരുന്ന മറുപടിയാണ്, നിങ്ങൾ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ തന്നില്ലെങ്കിൽ വിളിച്ചു ചോദിക്കണം. വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള മെസ്സേജ് ഇത് പറയുമ്പോൾ എന്ത് പറയും? പുള്ളിനെ വീട്ടിൽ ചെന്ന് കാണണമെന്ന്. അതിന്റെ കാര്യം എന്തുവാ? മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചത് 25 വീട്. ഡിവൈഎഫ്ഐ ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ചുരുങ്ങിയത് 25 വീടെങ്കിലും വെച്ചു കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത്. നൽകുന്നതോ 100 വീട്. ഡിവൈഎഫ്ഐ പിരിച്ചത് 20 കോടി, കൊടുത്തതും 20 കോടി. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് 30 വീട്, നൽകിയതോ ആ കോളം ശൂന്യമാണ്. 2 യുവജന സംഘടനകൾ, രണ്ടും തികച്ചും വ്യത്യസ്തമായ സമീപനങ്ങളാണ് വെച്ചു പുലർത്തുന്നത്. ഡിവൈഎഫ്ഐ അതൊരു ബ്രാൻഡ് നെയിം തന്നെയാണ്. പേരിന് മാത്രമല്ല ഇവർ സംഘടനാ പ്രവർത്തനം നടത്തുന്നതെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. അവർ സജീവ സന്നദ്ധ പ്രവർത്തകരാണ്. നാടിനും വീടിനും എന്ത് പ്രവർത്തനത്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരാണവർ. ദുരിതകാലങ്ങളിൽ ഏറെ ജനങ്ങൾക്ക് കൈത്താങ്ങായതും അവർ തന്നെയായിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘടന അത് കടലാസുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. യൂത്ത് കോൺഗ്രസിൽ സംഘടനാ ഭാരവാഹികൾ മാത്രമേ ഉള്ളൂ, പ്രവർത്തകർ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത. യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനും നേതാക്കൾക്കുമെതിരെ വിമർശനങ്ങൾ ശക്തിയേറുകയാണ്. വയനാട് മേപ്പാടി മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി പണം പിരിച്ചിട്ടും ഒരു വീട് പോലും നൽകിയില്ല എന്നതാണ് പ്രതിനിധികൾ തന്നെ പറയുന്നത്. ഒരു മണ്ഡലത്തിൽ നിന്ന് 2 ലക്ഷം രൂപ പിരിക്കാനായിരുന്നു നിർദ്ദേശം. ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീട് പണി തുടങ്ങാത്തത് നാണക്കേടായെന്നാണ് വിമർശനമുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റി ഫണ്ട് പിരിച്ച് ഒരു പരിപാടി നടത്തി. അത് നടത്താനുള്ള കഴിവില്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഏറ്റെടുക്കാതിരിക്കുക, ഒന്നാമത്തത്. രണ്ട്, എനിക്ക് നടത്താനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ ആ കഴിവ് കാണിക്കണം. പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ നടത്തി കാണിക്കണം. അതിനാണ് കഴിവെന്ന് പറയുന്നത്. പിരിച്ചെടുക്കുന്ന 2.80 കോടി രൂപയും സ്പോൺസർഷിപ്പ് തുകയും ഉപയോഗിച്ച് 30 വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. വയനാട്ടിൽ 20 വീടുകൾക്കുള്ള എല്ലാ പ്രവർത്തനവും ഡിവൈഎഫ്ഐ ചെയ്തിട്ടും യൂത്ത് കോൺഗ്രസിൽ ഒരനക്കവുമില്ല എന്ന് പ്രതിനിധികൾ തന്നെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുമ്പോൾ മിണ്ടത്തില്ല. അത് കഴിയുമ്പം തരുന്ന മറുപടിയാണ്, നിങ്ങൾ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ തന്നില്ലെങ്കിൽ വിളിച്ചു ചോദിക്കണം. വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള മെസ്സേജ് ഇത് പറയുമ്പോൾ എന്ത് പറയും? പുള്ളിനെ വീട്ടിൽ ചെന്ന് കാണണമെന്ന്. അതിന്റെ കാര്യം എന്തുവാ? വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. പിന്നീട് അങ്ങോട്ട് വൻ തോതിലുള്ള പിരിവുകളാണ് നടന്നത്. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിത മേഖലയിൽ 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള ധാരണാപത്രവും സമാഹരിച്ച തുകയും ഡിവൈഎഫ്ഐ മാർച്ചിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. നമ്മൾ വയനാട് പദ്ധതിയിലൂടെ 25 വീട് നൽകുമെന്ന് തീരുമാനിച്ചിടത്തു നിന്നാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 100 വീടുകൾ നിർമ്മിക്കാനുള്ള പണം കൈമാറിയത്. പാഴ്വസ്തുക്കൾ ശേഖരിച്ചും ചായക്കട നടത്തിയും കൂലിപ്പണികൾ ചെയ്തും പുസ്തകങ്ങൾ വിറ്റും വാഹനങ്ങൾ കഴുകിയും മത്സ്യം പിടിച്ച് വിൽപ്പന നടത്തിയും അങ്ങനെ പല വഴികളിലൂടെയാണ് കേരളത്തിലുടനീളമുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീട് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നാടാകെ ഒരുമിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കം മുതൽ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ദുരന്തമുഖത്ത് സജീവമായിരുന്നു. ജീവൻ പോലും പണയപ്പെടുത്തി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ രാഷ്ട്രീയ എതിരാളികളടക്കം പ്രശംസിച്ചതുമാണ്. വിമർശനങ്ങൾ സ്വന്തം മാളത്തിൽ നിന്ന് തന്നെ ഉയർന്നപ്പോൾ ആകെ 88 ലക്ഷമാണ് കിട്ടിയതെന്നായിരുന്നു മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പിരിച്ചിട്ട് വെറും 88 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മറ്റൊരു കാര്യം എന്തെന്നാൽ 8 ലക്ഷം രൂപ വീതം ചെലവുള്ള 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നതായിരുന്നു അവരുടെ വാഗ്ദാനം. ദുരിതബാധിതർക്ക് വീട് പണിയാൻ സർക്കാർ നൽകുന്ന 15 ലക്ഷം കുറവാണെന്ന് വാദിച്ചവരാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസുകാർ. അവരാണ് 8 ലക്ഷം രൂപയ്ക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതും. എന്നിട്ടിപ്പോ അതുപോലുമില്ല എന്ന് പ്രവർത്തകർ തന്നെ വിളിച്ചു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു.